നോക്കണ ക്യാമറ മുകളിലോട്ടാ. വീഡിയോ വൈറലാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അടിയിലായിരിക്കും ക്യാമറ, ഇല്ലെങ്കിൽ മുകളിലായിരിക്കും ക്യാമറ. നമ്മുടെ ക്യാമറയുടെ പോക്കാണ് പ്രശ്നം. അത് സോഷ്യൽ മീഡിയയിൽ വരുന്നു, അവര് മോശമായി ചിത്രീകരിച്ചു ആളുകൾ. ക്യാമറയാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. സമൂഹത്തിലേക്ക് പോകുമ്പോൾ പൊതുജനം പലവിധം. ഇത് കണ്ടാലേ വൈറലാവുള്ളൂ, ഇത് കണ്ടാലേ വൈറലാവുള്ളൂ, അതുകൊണ്ട് അല്ലെങ്കിൽ ബാക്ക് കണ്ടാലേ വൈറലാവുള്ളൂ. എനിക്ക് എന്റെ ശരീരത്തിന് ഏത് കോസ്റ്റ്യൂം ഇടണം, നമ്മുടെ ശരീരത്തിന് നമ്മൾ ഏത് കോസ്റ്റ്യൂം ഇട്ടാലും ഭംഗി ഉണ്ടാവുക, അത് നമ്മൾ അറിയണം. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ പറയുന്നത് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഏട്ടന്മാർക്കോ എൻ്റെ അനിയത്തിക്കോ ഒരു ഞാൻ കാരണം സമൂഹത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും നമ്മൾ മനസ്സിൽ വിചാരിക്കും. അപ്പം എന്തുണ്ടാവും, നമ്മളിടുന്ന കോസ്റ്റ്യൂമിൽ മാറ്റി. ഇപ്പൊ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ആൺകുട്ടികൾ, ഇപ്പൊ നടന്മാരായിക്കോട്ടെ, ഒരുപാട് മോഡൽസ് എല്ലാരും 6 പാക്ക് കാണിച്ചിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് അതേ രീതിയിൽ തന്നെയല്ലേ പെണ്ണുങ്ങളും ചെയ്യുന്നത്? ആണുങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ട് എന്താ അഭിപ്രായം? ഞാൻ അതാ പറഞ്ഞത്, ആൺകുട്ടികളുടെ ശരീരവും പെൺകുട്ടികളുടെ ശരീരവും വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുണ്ട് ഇല്ലേ? ഇപ്പൊ ആണുങ്ങൾ പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ, ഇത് കാണിക്കാതിരിക്കാൻ ഉള്ളിൽ കൂടെ കുറെ ഡ്രസ്സുകൾ ഉണ്ട്. അത് ആണുങ്ങൾ ഇടുന്നുണ്ടോ? ഇടുന്നുണ്ടോ? എന്നാ ആണുങ്ങൾക്കും അത് ഇട്ടിട്ട് നടന്നാ പോരെ, അത് കാണാതിരിക്കാൻ. അപ്പൊ ആ വ്യത്യാസം നമ്മൾ മറ്റുള്ളവർ കാണിക്കരുത്. അത് കാണിക്കാതിരിക്കാനും കൂടിയാണ് നമ്മൾ സമൂഹത്തിൽ നമ്മുടെ അമ്മമാരാണെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഓരോ കോസ്റ്റ്യൂമുകൾ. അപ്പൊ നമ്മുടെ ആൺകുട്ടികളുടെ ശരീരം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ആണുങ്ങളുടെ ഇവിടെ കാണുന്നതും പെണ്ണുങ്ങൾ കുറച്ചൊക്കെ മാംസത്തിന് തടിപ്പ് കൂടുതലാണല്ലേ ഉള്ളൂ. അതെ, ആ തടിപ്പ് കാണാതിരിക്കാനാണ് നമ്മൾ കോസ്റ്റ്യൂം. ഗാന്ധിജി അപ്പൂപ്പന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഗാന്ധിജി അപ്പൂപ്പനെ പിടിക്കാൻ കോസ്റ്റ്യൂം ഇടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത്. പണ്ട് ഇതുപോലെ ആയിരുന്നു മാറുമറക്കൽ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? സമൂഹത്തിലേക്ക് പോകുമ്പോ പൊതുജനം പലവിധം. അപ്പൊ നമുക്ക് എല്ലാവരുടെ പേഴ്സണൽ ഇഷ്ടത്തിന് നമുക്ക് നടക്കാം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുഴപ്പമില്ലാത്ത നിങ്ങൾ നല്ല നല്ല എത്രയോ ഇതില് സാരികളുണ്ട്, ചുരിദാറുകളുണ്ട്. ഇതൊന്നും തന്നെ ഇപ്പോ ഇടുന്നത് പല. എനിക്ക് എന്റെ ശരീരത്തിന് ഏത് കോസ്റ്റ്യൂം ഇടണം, നമ്മുടെ ശരീരത്തിന് നമ്മൾ ഏത് കോസ്റ്റ്യൂം ഇട്ടാല ഭംഗി ഉണ്ടാവുക, അത് നമ്മൾ അറിയണം. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ഒരാളെ അളക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മളിടുന്ന കോസ്റ്റ്യൂം. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ പുതിയ 2000-ന്റെയും 3000-ന്റെയും ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ പറയില്ല, 10,000-ന്റെ ഡ്രസ്സ് ഇടണമെന്ന് പറയില്ല. ഉള്ള ഡ്രസ്സ് കീറിയതാണെങ്കിൽ അത് തുന്നി കൂട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി കാണിക്കും. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ പറയുന്നത് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഏട്ടന്മാർക്കോ എൻ്റെ അനിയത്തിക്കോ ഒരു ഞാൻ കാരണം സമൂഹത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവരുത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അപ്പൊ എന്തുണ്ടാവും, നമ്മളിടുന്ന കോസ്റ്റ്യൂമിൽ മാറ്റം വരും. ഇനി നിങ്ങൾ അങ്ങനെ നടന്നു വിചാരിച്ചിട്ട് ഒരു തെറ്റുമില്ല, പക്ഷെ സമൂഹത്തിന്റെ ഓരോ കണ്ണുകൾ അത് നേരത്തെ പറഞ്ഞു, ക്യാമറ കണ്ണുകളായിരിക്കും. അതിപ്പോ ആണുങ്ങൾ, പെണ്ണുങ്ങൾ അങ്ങനെ നോക്കാറും പിടിക്കാറും ഒന്നുമില്ല. ആര് പറഞ്ഞു? പെണ്ണുങ്ങളാണ് ഏറ്റവും നോക്കുന്നത് ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോ കോസ്റ്റ്യൂം നന്നായിട്ടാൽ പോലും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന ഓരോ ക്യാമറയും കൊണ്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ പിന്നാലെ ഉണ്ടാവും 10-20 ക്യാമറമാര്. അപ്പൊ ഈ ക്യാമറയുടെ ഇത് ഇങ്ങനെ ആവില്ല, ക്യാമറയുടെ ഫോക്കസ് ഇങ്ങനെയല്ല ഉണ്ടാവും. അപ്പൊ എന്റെ ക്യാമറ മുന്നിൽ എന്റെ ഫേസ് ആണ് വെച്ചിരിക്കുന്നത്, എന്റെ ഫേസ് ക്യാമറ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ക്യാമറ ഇങ്ങനെ അടിയിൽ നിന്ന് എടുക്കണോ അത് മുകളിൽ നിന്ന് എടുക്കുമോ? നോക്കണ ക്യാമറ മുകളിലോട്ടാ. വീഡിയോ വൈറലാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അടിയിലായിരിക്കും ക്യാമറ, ഇല്ലെങ്കിൽ മുകളിലായിരിക്കും ക്യാമറ. നമ്മുടെ ക്യാമറയുടെ പോക്കാണ് പ്രശ്നം. അത് സോഷ്യൽ മീഡിയയിൽ വരുന്നു, അവര് മോശമായി ചിത്രീകരിച്ചു ആളുകൾ. ക്യാമറയാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ക്യാമറ പ്രശ്നമാണ്. കാരണം ക്യാമറ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഇതുപോലെ ഇരുന്നിട്ട് എടുത്തൂടെ? എന്താ എടുക്കാത്തത്? ഇപ്പൊ ആളുകൾക്ക് എന്ത് വേണം, ഇത് കണ്ടാലേ വൈറലാവുള്ളൂ, ഇത് കണ്ടാലേ വൈറലാവുള്ളൂ, അതുകൊണ്ട് അല്ലെങ്കിൽ ബാക്ക് കണ്ടാലേ വൈറലാവുള്ളൂ. നമ്മളൊരു മനുഷ്യനെ അവരുടെ ഇടുന്ന കോസ്റ്റ്യൂമിലല്ല വിലയിരുത്തേണ്ടത്. സത്യമാണ് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളൊരു സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് ബഹുമാനം കിട്ടും. അപ്പൊ അവര് പേഴ്സണാലിറ്റി നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുമ്പോഴാണ് അവര് നമുക്ക് തരുന്ന ബഹുമാനം. അവന്റെ ഇതിൽ അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവനത് നടന്നോട്ടെ. ഞാനിപ്പോഴും അവർ നടക്കണെ കൊണ്ട് പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും ഞാൻ അവർ നടക്കുന്നത് കൊണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിപ്പോ ആണിന്റെ ഭാഗത്താണെങ്കിലും പെണ്ണിന്റെ ഭാഗത്ത് അതെ, അത് നിങ്ങൾ ഫേസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാം. അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് കോസ്റ്റ്യൂം ഇടാൻ വേണ്ടിട്ട് സമരം ചെയ്ത അവസാനം ഇല്ലാണ്ടൊക്കെയുള്ള സമരം ഉണ്ടാക്കേണ്ട അവസ്ഥ അതാവുണ്ടാവും. കാരണം ഇനിയില്ലേ ജിഷ്ണു, ഈ വീഡിയോ കാണുമ്പോൾ ഇനി ഒരുപാട് പെൺപിള്ളേര് പ്രൊപ്പോസലായിട്ട് വരും. ഞാൻ പറഞ്ഞത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഒരു പെൺകുട്ടി മോശമായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം എപ്പോഴും നല്ലതാണ് കുട്ടികളെ. അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ക്യാമറ സൂമിങ് വലുതായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല.